ഹരിദാസ് ഇതാണ്, അതായത് അദ്ദേഹം നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്, അവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് പരാതിക്കാരൻ എന്നതൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ, അതായത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് അടക്കമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി BJP പ്രതിസന്ധിയിലാകുന്ന ഇടങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികളെ വിനിയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരത്തിനില്ല അല്ലെങ്കിൽ മത്സരിക്കണോ എന്ന് പോലും ആശങ്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇനി 7 മാസത്തേക്ക് മാത്രം ഒരു MLA ലഭിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കെ രാധാകൃഷ്ണന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ CPIM ഭരണത്തിലിരിക്കുന്നത് കേരളത്തിലാണ്. അവിടെ CPIMന് വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ വളർച്ചയ്ക്ക് തടയിടേണ്ടത് കേന്ദ്രത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇത് ആർക്കാണ് അറിയില്ലാത്തത് എന്നാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ള രാധാകൃഷ്ണൻ MP തന്നെ ചോദിക്കുന്നത്. അതിലെ അർഹിക്കുന്ന അവഗണനയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിനെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ജനങ്ങളും കേരളത്തിലുണ്ട് എന്നുള്ളത് അറിയാതെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഞാൻ പറയുന്നതാണ് ശരി എന്ന് കരുതുമെന്ന വിശ്വാസത്തിൽ അദ്ദേഹം തട്ടിവിട്ടിട്ടുള്ള അല്ലെങ്കിൽ അഥവാ ഇറക്കിയിട്ടുള്ള ഈ ക്യാപ്സ്യൂൾ എന്ന് മനസ്സിലാക്കണം. ഇതിൽ അഭിലാഷ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ട് സോളാർ കേസിലെ നായികയെ രംഗത്തിറക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ, എനിക്ക് ഉമ്മൻചാണ്ടിയോടും താല്പര്യമില്ല, കോൺഗ്രസിനോടും താല്പര്യമില്ല, BJPയോടും താല്പര്യമില്ല, ആരോടും താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ പണ്ട് മുതൽക്കേ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ അതിപ്പോ കേരളം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷമായിട്ട് എന്റെ മനസ്സിലുള്ള ഇടതുപക്ഷ ആശയങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇയാൾ ഉമ്മൻചാണ്ടിയുടെ ആളെയാണ് ഇവിടെ വിളിച്ചിരുത്തിയിരിക്കണമെന്ന് പറയാൻ ഇടവരുത്തേണ്ട. എനിക്ക് ഉമ്മൻചാണ്ടിയോട് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. ഇവരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ 2016 അധികാരം നേടാൻ ഈ സോളാർ നായികയെ ഉപയോഗിച്ചു. 2021 കൃത്യമായിട്ട് സോളാർ നായികയെ ഉപയോഗിച്ചു. അവർ വിളിച്ചു പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ അവർക്ക് വേണ്ടി കൊട ചൂടിക്കൊടുത്തവരാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. ഇത് കേരളത്തിലെ ഞാൻ 100% ജനങ്ങളെ അല്ലെങ്കിൽ 100% വോട്ടർമാരെ പറയുന്നില്ല, ഒരു കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 60% വോട്ടർമാർക്കും ഇപ്പോൾ സത്യസന്ധമായിട്ട് ബോധ്യപ്പെട്ടു ആ സംഗതി. ആ ഒരു സാഹചര്യത്തില് ഇത്തരത്തിൽ അവനവനെതിരായിട്ട് ഒരു ആരോപണം വന്നപ്പോ അത് ഈ നിലമ്പൂർ എന്ന് പറയുന്ന ടാവട്ടത്തിലുള്ള ഒരു നിയോജക മണ്ഡലത്തെ എന്താ പറയേണ്ടത് BJP MLA ജയിപ്പിക്കാൻ ഒരു MLA സൃഷ്ടിച്ചെടുക്കാനാണെന്നൊക്കെ പറയുന്നത് ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് അഭിലാഷേ. അതിലൊന്നും അത്തരത്തിൽ BJP തരം താഴുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ലോകസഭാ മണ്ഡലമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇതിപ്പോ അല്ലാണ്ട് ഈ ഒരു നിയമസഭാ മണ്ഡലം, അതും PV അൻവർ രാജിവെച്ചൊഴിഞ്ഞ സീറ്റിൽ കേവലം 7 മാസത്തേക്ക് വേണ്ടിയിട്ട് ഒരു MLA സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരെ തെളിവില്ലാതെ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് അവർ ഇറങ്ങിത്തിരിക്കുമെന്നുള്ളൊരു ബോധം എനിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ EDക്ക് CPMന്റെ നേതാക്കളെയും CPM എന്ന് പറയുന്ന പാർട്ടിയെയും ശിക്ഷിക്കത്തക്ക തോതിൽ അവിടെ നിന്ന് എന്ത് തെളിവുകളാണ് കിട്ടിയത് എന്നുള്ളത് എന്നെ പോലുള്ള സാധാരണക്കാരായ നികുതിദായകർക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ED അവിടേക്ക് എത്താൻ വളരെ വൈകി. ED അവിടേക്ക് എത്താൻ വൈകുമ്പോൾ എന്താ, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അവർ അവിടുന്ന് ഏതെല്ലാം രേഖകളും ഏതെല്ലാം ഡിജിറ്റൽ രേഖകളും കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതിനൊന്നും ഒരു തെളിവുമില്ല. മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയാം. അതായത് ഈ ആദ്യകാലത്ത് ഈ അന്വേഷണം തുടങ്ങിയ കാലത്ത് അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന പ്രദീപ് എന്നാണ് എന്റെ ഓർമ്മ. ആ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെ പോലീസ് പിടിച്ച് ജയിലിലിട്ടു, ക്രൈംബ്രാഞ്ച് ജയിലിലിട്ട സമയത്ത് ഈ പ്രദീപിന്, ഈ സെക്രട്ടറിയുടെ അച്ഛനെ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ED കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ അതാത് ദിവസം വൈകുന്നേരം വന്നിട്ട് AC മൊയ്തീനുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുമല്ല, അദ്ദേഹത്തെ കാണാൻ നേരിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ MM വർഗീസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയെ കാണാൻ പോയിട്ടുണ്ട്, നേരിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഈ അനീതികളും അക്രമങ്ങളും അതുമാതിരി തന്നെ ഈ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും അതാത് സമയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞോടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിനൊന്നും ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങളെ ശിക്ഷിക്കത്തക്ക തോതിലൊരു തെളിവ് ഹാജരാക്കാൻ ഈ EDക്ക് ആകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം CPMന്റെ പ്രവർത്തകർക്കും CPMന്റെ നേതാക്കളുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്ക് കോടതിയും പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനും ഉള്ളിടത്തോളം കാലം പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനും കുറ്റവാളികളല്ല
കുറ്റവാളിയാണ് എന്നൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഒരു സംഘടനയെയോ അല്ലെങ്കിൽ ഇത്തരം കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ വെട്ടിപ്പ് നടന്നു എന്ന് പറയുകയോ ചെയ്യാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ബാധകമല്ല. അപ്പൊ ഇവർക്ക് അനുകൂലമായിട്ടാണ് നാളെ കോടതി വിധി വരുന്നത് എന്ന് വെക്കുക. ഈടിയുടെ ചുരുങ്ങിയത് ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് ജനാധിപത്യ കോടതിയാകും. അല്ല ഇവർക്കെതിരായിട്ടാണ് വിധി വരുന്നത് വെച്ചെങ്കിൽ അത് ബൂർഷ്വാ കോടതിയായിട്ട് പറയാനും ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അവർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പി കൃഷ്ണദാസ്,